മാളവള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയ്ക്കിടെ നൃത്തം ചെയ്തവരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തു. അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി. സംഘടിത ഗുണ്ടാ സംഘത്തിന്റെ കവർച്ചാ പദ്ധതി തകർത്ത് തൃശൂർ റൂറൽ പോലീസ്. 34 അംഗ കവർച്ചാ സംഘം ചേർപ്പിൽ നിന്ന് അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് ആയുധങ്ങളും മറ്റും പിടിച്ചെടുത്തു. തിരുവഞ്ചിക്കുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന കൂട്ടാനയെ കുത്തി പരിക്കേൽപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിനെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മുത്തക്കുന്ന പത്മനാഭനെ കുത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാളവള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയ്ക്കിടെ നൃത്തം ചെയ്തവരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തു. വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പോലീസിന്റെ ലാത്തിചാർജിൽ മർദ്ദനമേറ്റതായാണ് പരാതി. അതിക്രമം സംസ്ഥാന പോലീസ് സേനയ്ക്ക് അപമാനകരമെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയും കുറ്റപ്പെടുത്തി. ഞായറാഴ്ച രാത്രി ഗാനമേള നടക്കുന്നതിനിടെയാണ് സംഭവം. ഗാനമേളക്കിടയിൽ ഡാൻസ് കളിച്ചിരുന്ന ചിലരോട് പോലീസ് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതായും ഇതനുസരിച്ച് ആളുകൾ മാറി നിന്നതായും നാട്ടുകാർ പറയുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഡാൻസ് കളിച്ചുവെന്നാരോപിച്ച വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥരും ഹോംഗാർഡും ചേർന്ന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എല്ലാ പള്ളികളിലും ഗാനമേളം പരിപാടികളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തല്ലോ പിടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഗാനമേള വയ്ക്കുമ്പോൾ നമ്മളെല്ലാവരും തുള്ളും സാധാരണയാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് പോലീസുകാർക്ക് വന്നിട്ട് ഇവിടെ നമ്മളെല്ലാവരെയും തല്ലേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു തല്ല് പിടിയോ ബഹളോ ഒന്നും ഇല്ലാത്തടത്ത് വെറുതെ വന്ന് എല്ലാവരും തല്ലി. ഇത് ഇതിൽ ഒരാളിപ്പോൾ ഇവിടെ ഇല്ല. ആളുടെ പുറത്ത് നല്ല രീതിക്ക് പാട് വന്നിട്ടുണ്ട്. അത് ചതഞ്ഞിട്ടിരിക്കുന്നത് കറക്റ്റ് പുറത്ത് നടുക്ക് നേരെ തന്നെ കിടക്കണ അടി. പിന്നെ താഴ്ത്ത് നമ്മുടെ ഇവിടെ പള്ളിയുടെ മള്ളിപ്പുറം താഴ്ത്ത് ഇറങ്ങുന്ന ഒരു ഇറക്കത്തിലുള്ളൊരു പോലെ ഒരുത്തന്നെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി പോലീസുകാരെല്ലാവരും കൂടി വട്ടം കൂട്ടിയിട്ട് തല്ലുണ്ട്. ഇതൊന്നും പോരാണ്ട് പോലീസുകാർ തല്ലണത് കണ്ടിട്ട് ചെറിയ പിള്ളേർ വരെ പേടിച്ച് ഓടിയിട്ട് വീണു, കൈയൊടിഞ്ഞു. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഇതാണ് സർജറിയാണ്. സംഭവ സമയത്ത് ഗാനമേള നടക്കുന്ന സ്ഥലത്ത് യാതൊരു സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നില്ലെന്നും പ്രശ്നക്കാരായ ആരെങ്കിലും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെന്നും ഇതിനു പകരം നിരപരാധികളായ ആളുകളെ മർദ്ദിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. പോലീസിന്റെ ലാത്തിചാർജിനെ തുടർന്ന് ഭയന്നോടി വീണ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷോൾഡർ എല്ലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമാണെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. അകാരണമായി നിരവധി വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് മാള പോലീസ് ലാത്തി ഉപയോഗിച്ച് മൃഗീയമായി തല്ലിച്ചതച്ചത്. അനിഷ്ട സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് PV വിനു, സെക്രട്ടറി IS അക്ഷയ്, ട്രഷറർ സാലിഖ് ഫസലുദ്ദീൻ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. സംഘടിത ഗുണ്ടാ സംഘത്തിന്റെ കവർച്ചാ പദ്ധതി തകർത്ത് തൃശൂർ റൂറൽ പോലീസ്. 34 അംഗ സംഘം അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനായി സൂക്ഷിച്ച ആയുധങ്ങളും മറ്റും പിടിച്ചെടുത്തു. 4 കാറുകൾ, 14 മോട്ടോർ സൈക്കിളുകൾ, 33 മൊബൈൽ ഫോണുകൾ എന്നിവയും പിടിച്ചെടുത്തു. ചേർപ്പിൽ നിന്നാണ് സംഘം അറസ്റ്റിലാകുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പനംകുളത്തുള്ള ഒരു വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഗുണ്ടാ സംഘങ്ങളും സംഘടിത കുറ്റവാളി കൂട്ടായ്മകളിൽ അംഗങ്ങളുമായ 34 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ 20 പ്രതികൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ്. അനന്തപുരം ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, വെള്ളാങ്ങല്ലൂർ വേലപ്പറമ്പിൽ വീട്ടിൽ ഷാഹിദ്, വെള്ളാങ്ങല്ലൂർ വലിയനാട് കൊക്കാടൻ വീട്ടിൽ മാർട്ടിൻ, കല്ലേറ്റുങ്കര വടക്കേത്തലയ്ക്കൽ വീട്ടിൽ ഷാഹിൻ, വെള്ളാങ്ങല്ലൂർ തെക്കനാത്ത് വീട്ടിൽ എഡ്വിൻ, നടത്തര ചിറ്റിലപ്പള്ളി വീട്ടിൽ ഉണ്ണി റോയ്, മുരിയാട് വെളിയത്ത് വീട്ടിൽ അയ്യപ്പദാസ്, അനന്തപുരം മാണ്ടമന വീട്ടിൽ അർജുൻ, പുത്തഞ്ചിറ കോളനിപ്പറമ്പിൽ വീട്ടിൽ രന്തിദീപ്, വെള്ളാങ്ങല്ലൂർ വാളവര വീട്ടിൽ ഹിദിൻ, അനന്തപുരം പഴയാറ്റിൽ വീട്ടിൽ ഹെൻറി പോൾ, വെള്ളാങ്ങല്ലൂർ മനക്കലപ്പടി ചാണശ്ശേരി വീട്ടിൽ അദിത്, അനന്തപുരം നെല്ലിശ്ശേരി വീട്ടിൽ റിൻഡോ, ചൂരപ്പട്ടി വീട്ടിൽ ഷിബിൻ, വെള്ളാങ്ങല്ലൂർ മനക്കലപ്പടി ചാണശ്ശേരി വീട്ടിൽ അശ്വിൻ, മുരിയാട് വെള്ളപ്പടി വീട്ടിൽ സൂരജ്, പൊറത്തുശ്ശേരി കണ്ണംകുളം വീട്ടിൽ സൂരജ്, കല്ലേറ്റുങ്കര ചേരമല്ലൂക്കാരൻ വീട്ടിൽ ആൽബർട്ട്, കാട്ടൂർ കിഴുത്താണി കുഞ്ഞു വീട്ടിൽ വിമൽ, അഞ്ചേരി കച്ചപ്പള്ളി വീട്ടിൽ അനു, ഇരിങ്ങാലക്കുട സോൾവൻ കൂടക്കര വീട്ടിൽ ധനീഷ്, അനന്തപുരം ഞാറ്റുവെട്ടി വീട്ടിൽ ബിബിൻ, അനന്തപുരം നെല്ലിപ്പറമ്പിൽ വീട്ടിൽ സന്തോഷ്, വെള്ളാങ്ങല്ലൂർ തരൂപീടികയിൽ വീട്ടിൽ നവാസ്, പട്ടേപ്പാടം തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ,
വെള്ളാങ്കല്ലൂർ പറമ്പിനേടത്ത് വീട്ടിൽ നസീം, വെള്ളാങ്കല്ലൂർ പട്ടേപ്പാടം കുര്യപ്പള്ളി വീട്ടിൽ ഹുസൈൻ, വെള്ളാങ്കല്ലൂർ വഞ്ചിപ്പുര വീട്ടിൽ ആൻസൺ, അനന്തപുരം വടക്കേക്കര വീട്ടിൽ ഗോകുൽ, കോണത്തുകുന്ന് വേലപ്പറമ്പിൽ വീട്ടിൽ ഷാരോൺ ദാസ്, അനന്തപുരം ഞാറ്റുവെട്ടി വീട്ടിൽ പ്രണവ്, പള്ളം തൊട്ടിപ്പാൾ പുതുപ്പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാരോൺ പോൾസൺ, അനന്തപുരം വാഴേക്കാടൻ വീട്ടിൽ സുനിൽകുമാർ, അനന്തപുരം വാഴേക്കാടൻ വീട്ടിൽ വിജിത് വിജയൻ എന്നീ 34 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് മാരുതി സുസുക്കി ബലേനോ, മാരുതി സ്വിഫ്റ്റ്, മാരുതി സെൻ, ഹുണ്ടായ് ഇയോൺ എന്നീ 4 കാറുകളും 14 മോട്ടോർ സൈക്കിളുകളും 3 ആപ്പിൾ ഫോണുകളടക്കം ആകെ 33 മൊബൈൽ ഫോണുകളും മാരകായുധവുമായി ഉപയോഗിക്കാവുന്ന വാൾ, ഇരുമ്പ് കമ്പി, ഇരുമ്പ് പൈപ്പ്, മരവടി, മരത്തിന്റെ പട്ടിക, കുരുമുളക് പൊടി എന്നിവയും പിടിച്ചെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിയായ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കി പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിലായി. പെരിഞ്ഞനം പള്ളിയമ്പലം സ്വദേശി തേരുപ്പറമ്പിൽ വീട്ടിൽ പ്രിൻസ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് മലപ്പുറത്തു നിന്ന് പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ഒക്ടോബർ 14 ഉച്ചയ്ക്ക് അഴീക്കോട് മരപ്പാലം സ്വദേശിയായ യുവാവിനോട് പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാളുടെ കൊട്ടിക്കലിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ യുവാവിനെ പ്രതികളായ 3 പേരും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അക്ഷയുടെ പക്കലുണ്ടായിരുന്ന 65,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 200 രൂപയും കവർച്ച ചെയ്തു. അർദ്ധരാത്രി 12 മണിവരെ യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘമാണ് മലപ്പുറത്തു നിന്ന് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO അരുൺ BK, SI-മാരായ സാലിം K, മനു ചെറിയാൻ, GSI ഉമേഷ്, GSCPO ഗോപേഷ്, CPO-മാരായ ജിനീഷ്, വിഷ്ണു എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന കൂട്ടാനയെ കുത്തി പരിക്കേൽപ്പിച്ചു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിനെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മുത്തക്കുന്നം പത്മനാഭനെ കുത്തിയത്. ആക്രമണത്തിൽ പത്മനാഭന് നേരിയ പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൂടെയുണ്ടായിരുന്ന ആനയെ കുത്തി. ശിവപാർവതി മണ്ഡപത്തിന്റെ 2 തൂണുകളും ഗേറ്റും തകർത്തു. ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കൂടെയുണ്ടായിരുന്ന കൊമ്പൻ മൂത്തകുന്നം പത്മനാഭനെയാണ് കുത്തിയത്. തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ ഇന്നലെ 4:30-നാണ് ആന ഇടഞ്ഞത്. ശിവേരി എഴുന്നള്ളിപ്പിന് തയ്യാറാകുന്നതിനിടയിലാണ് സംഭവം. കുത്തേറ്റ ആനയെ പാപ്പാന്മാർ സുരക്ഷിതമായി തളച്ചു. ഇടഞ്ഞ ഊട്ടോളി മഹാദേവനെ തളയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ശിവപാർവതി മണ്ഡപത്തിന്റെ തൂണുകളും ഗേറ്റും തകർത്തതോടെ ഉത്സവത്തിനെത്തിയവർ പരിഭ്രാന്തരായി. രാത്രി 9 മണിയോടെയാണ് പറവൂരിൽ നിന്നെത്തിയ എലിഫന്റ് സ്ക്വാഡ് ഇടഞ്ഞ ആന ഊട്ടോളി മഹാദേവനെ തളച്ചത്. ആന ഇടഞ്ഞതോടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തിടമ്പ് കയ്യിലേന്തിയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാളവള്ളിപ്പുറം പള്ളിയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഗാനമേള നടന്നപ്പോൾ അവിടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിനെതിരെ 2020 പാർട്ടിയും BDJS-ഉം സംയുക്തമായി മാള പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. BDJS സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിനിൽ മാധവ്, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവർ സംസാരിച്ചു. വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഒരു വ്യക്തിയെ കൂട്ടമായിട്ട് നിന്ന് പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പോലീസ് പറയുന്നത് അദ്ദേഹം കള്ളു കുടിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ 10 പോലീസ് വട്ടം കൂടി നിന്ന് അടിക്കുകയാണോ ന്യായം, അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണോ ന്യായം? അയാളെ അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ സാധാരണക്കാരെ ഒരു പ്രശ്നമില്ലാതെ നോക്കിക്കൊണ്ടിരുന്ന സാധാരണക്കാരെ തല്ലി മാറ്റിയിരിക്കുന്നു. എന്തിന്? ഓട്ടിസം ബാധിച്ച ഒരു കൊച്ചിനെ പോലും പൊതിരെ തല്ലിയിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ പോലും ചെയ്യാത്ത ഈ പോലീസിന്റെ അക്രമത്തെ ക്രൂരമായിട്ടുള്ള ഈ പറയുന്ന ഹിംസാ പ്രവണതയെ നിർത്തുക തന്നെ ചെയ്യണം. അതിന് ഹോം മിനിസ്റ്ററായിട്ടുള്ള പിണറായി വിജയന് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ഈ ചട്ടി വെച്ചിട്ട് ആൾക്കാരെ തലക്കടിച്ചപ്പോൾ പറഞ്ഞ അതേ ന്യായം തന്നെയാണ് ഇവിടെ പോലീസുകാർക്കും കാണുന്നത്. നേതാവിനെ പോലെ തന്നെയായിരിക്കും അടികൾ. 2020 എന്നുള്ളൊരു പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താനായിട്ട് 2020-യും BDJS-ഉം NDA-യും എപ്പോഴും ഉണ്ടാവും മുന്നിലെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന സമരത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. BDJS-ന്റെ 2020-യുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോയ് ചേരിയക്കര, ജാൻസൺ ജോസഫ്,
രാജു മേലടത്ത്, ഫീലി ജോർജ് എന്നിവർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി TD സുഭാഷും വൈസ് പ്രസിഡന്റുമാരായ R മോഹനകൃഷ്ണനും MP തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി CJ ജോസിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി സന്തോഷ് ജോസിനെയും ജോർജ് ലിയോയെയും തെരഞ്ഞെടുത്തു. ബിജുകുമാറിനെ ട്രഷററായും IH റഫീഖ്, OK മണി, P ആന്റണി എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ചടങ്ങിൽ മുൻ സെക്രട്ടറി P ആന്റണിയെ പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മടത്തുംപടി NSS LP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമവും ആഘോഷിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എൻഡോമെന്റ് വിതരണം, വിവിധ മത്സര വിജയികൾക്ക് അനുമോദനം, പ്രതിഭാ പുരസ്കാര വിതരണം എന്നിവ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PT ബൈജു, ജോളി സജീവ്, PV അരുൺ, CU ജിഷ, EK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള സെന്റ് തെരേസാസ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമവും ഫെബ്രുവരി 14 ശനിയാഴ്ച നടക്കും. രാവിലെ കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുന്ന പരിപാടികൾ വൈകിട്ട് സമാപിക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ദേവമാതാ പ്രൊവിൻഷ്യ ജോസ് നന്ദിക്കര ശിലാസ്ഥാപന ആശീർവാദ കർമ്മം നിർവഹിക്കും. വിൽസൺ തറയിൽ, അൽഫോൺസ് ലിഗോരി, MP ആന്റണി, തോമസ് KJ, ഡേവിസ് കാച്ചപ്പള്ളി, ബേബി പൗലോസ്, അഡ്വക്കേറ്റ് റിയാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. 10 മുതൽ ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഓരോ ബാച്ചുകാരും ഒരുമിച്ച് കൂടി പഴയകാല ഓർമ്മകൾ അഴിമലക്കി വർത്തമാനം പറഞ്ഞിരിക്കും. 11:45 കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ സമ്മേളിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരെ 110-ലധികം അധ്യാപകരെ കോട്ടയ്ക്കൽ കോളേജിൽ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. അവരിൽ ബഹുഭൂരിപക്ഷം പേരും അന്നേ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പ്രായാധിക്യം മൂലം വരാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. ബഹുഭൂരിപക്ഷം അധ്യാപകരും അന്നേ ദിവസം എത്തിച്ചേരാമെന്നും വിദ്യാർത്ഥികളായ ഞങ്ങളെയൊക്കെ കണ്ട് ഞങ്ങളോടൊക്കെ സംസാരിക്കാനൊക്കെ ഇഷ്ടത്തോടെ അന്ന് വന്നുചേരും. ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് പഴയ പോലെ തന്നെ പഴയ ക്ലാസ് മുറികളിലും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ. ആരോഗ്യവകുപ്പിന്റെ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ വാഹന യാത്ര പുത്തഞ്ചിറയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളാങ്കുളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇതുപോലെയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരോഗ്യരംഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള CHSകളും PHSകളും അടക്കമുള്ള സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് പ്രവർത്തിക്കണം. എല്ലാ ദിവസവും നാം കാണുന്ന വാർത്തയും പത്രത്തിലൂടെ കാണുന്നത് ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞൊരു സംഗതിയിൽ 1978 കോടി രൂപ ചെലവിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് ആരോഗ്യരംഗത്തെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അഭിമാനത്തോടെയാണ്. VR സുനിൽകുമാർ MLA ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആരോഗ്യ ബോധവൽക്കരണ ലീഫ്ലെറ്റുകൾ ബ്ലോക്ക് പ്രസിഡന്റിന് നൽകി പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സുജിത് ലാൽ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വേനൽ ചൂട് കനക്കുന്നതോടൊപ്പം അഗ്നിബാധ വാർത്തകളും ഓരോ ദിവസവും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മാള വലിയ പറമ്പ് സ്നേഹഗിരിയിൽ പറമ്പിൽ തീപിടുത്തമുണ്ടായി. ഒരേക്കറോളം ഭൂമി കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ആളഭയമില്ല. കൊടകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പുല്ലിന് തീപിടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തീപിടിച്ചത്. പുതുക്കാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ ആളൂരിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 9,41,00,000 രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് 16 ഇന ആനുകൂല്യങ്ങളുമായി നമ്മുടെ അംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആവശ്യങ്ങൾ ക്ഷേമവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്താൻ തീരുമാനിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട്
തീരുമാനിച്ചെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം മാത്രം നമുക്ക് ആ ഒരു സമരം നടത്തേണ്ടതില്ല, അത് നമുക്ക് നേടിത്തരാം എന്ന് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,1050 രൂപ ഒരംഗത്തിനും, അതായത് 42 വർഷക്കാലം ക്ഷേമനിധി അടച്ച് പെൻഷനാവുന്ന ഒരംഗത്തിന്റെ 5.5% പലിശയോടുകൂടിയ തുകയായിട്ട് തരാമെന്നുള്ള സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ആ സമരം മാറ്റിവെച്ചത്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലേ. 2029/4/2022 വരെ നമ്മുടെ പ്രസവ സഹായം, അതായത് 13,000 രൂപ ഇനിയും കുടിശ്ശികയാണ്. പിന്നെയോ നമ്മുടെ റിട്ടയർമെന്റ് റീഫണ്ട് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അതുപോലെ അംഗങ്ങളായ ആളുകൾക്ക്, കൊണ്ടുപോയ ആളുകൾക്ക് റീഫണ്ട് ഇപ്പോൾ നമ്മൾ അപേക്ഷിച്ചില്ലാത്ത സാഹചര്യം. അതുപോലെ തന്നെയാണ് ഈ 2025 കാലഘട്ടത്തിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ ആളുകൾക്ക് ID കാർഡ് കിട്ടുന്നില്ല. അതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ചൊരാവശ്യമാണ് സർവീസ് പെൻഷൻ. ഏരിയ പ്രസിഡന്റ് PR ഷാജൻ അധ്യക്ഷത വഹിച്ചു. അനിത റോയ്, ഷീന ജയചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ്, ട്രീജ ബിജു, ഷീല ചന്ദ്രൻ, ഡാനി സാബു, CP ഇന്ദിര എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, സർവീസ് പെൻഷൻ ഉയർത്തണമെന്നും അതിരപ്പള്ളി ജനവാസ മേഖലയിലുള്ള കാട്ടാനശല്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച AKT അംഗങ്ങളായ PR ഷാജൻ, രേഖ സന്തോഷ്, വിനീത് റാഫേൽ, ഡോക്ടറേറ്റ് ലഭിച്ച നിസരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ പ്രത്യേക ഗ്രാമസഭ, വയോജന, മഹിളാ, ഭിന്നശേഷി ഗ്രാമസഭകൾ എന്നിവ നടത്തി. ഗ്രാമസഭകൾക്ക് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടപ്പള്ളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് TS തുടങ്ങിയവരും മറ്റു ജനപ്രതിനിധികൾ, ICDS സൂപ്പർവൈസർ സൗമ്യ PM എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളവള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയ്ക്കിടെ നൃത്തം ചെയ്തവരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തു. അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമെന്ന് DYFI മാള ബ്ലോക്ക് കമ്മിറ്റി. സംഘടിത ഗുണ്ടാ സംഘത്തിന്റെ കവർച്ചാ പദ്ധതി തകർത്ത് തൃശൂർ റൂറൽ പോലീസ്. 34 അംഗ കവർച്ചാ സംഘം ചേർപ്പിൽ നിന്ന് അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് ആയുധങ്ങളും മറ്റും പിടിച്ചെടുത്തു. തിരുവഞ്ചിക്കുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന കൂട്ടാനയെ കുത്തി പരിക്കേൽപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിനെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മുത്തക്കുന്ന പത്മനാഭനെ കുത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.